പൊന്മുടി പോകുന്ന ആൾക്കാർക്ക് നിയറസ്റ്റ് പൊന്മുടിയാണ്. ഇവിടുന്ന് രാവിലെ അടിച്ചിട്ടുണ്ട്, കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. പല്ലി വെച്ചിട്ട് വരാം. കഴിച്ചപ്പോൾ കാപ്പി കുടിക്കാൻ പോകുന്നുണ്ട്. കാപ്പി എന്ന് പറയണത് പുട്ടുണ്ട്, കരിവാട് കറിയാണ് കേട്ടോ, പിന്നെ ചായയുണ്ട്. ഇപ്പം അമ്മ രാവിലെ പോയി മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. മീൻ എന്ന് പറയണത് നെത്തോലിയാണ് കേട്ടോ. 2 ഐറ്റം മീൻ വാങ്ങിച്ചിട്ടുണ്ട്. നെത്തോലിയും വാങ്ങിച്ച്, പിന്നെ ഇത് 50 രൂപയാണ് കേട്ടോ. 2 ചൂര 50 രൂപ, ഈ നെത്തോലി 50 രൂപ കേട്ടോ. 100 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ദിവസപ്പോൾ കഴിക്കാൻ പോകുന്നു കേട്ടോ. പുട്ടെടുത്ത് വെച്ചിട്ടുണ്ട്, കരിവാട് കറി കഴിഞ്ഞു. സൂപ്പർ കേട്ടോ. അരിപ്പുട്ടും കരിവാട് കറിയും കൂടെ കഴിച്ചു, സൂപ്പറായി. സൂപ്പർ. അരിപ്പുട്ടും മീൻകറിയും ബെസ്റ്റാണ് കേട്ടോ. കഴിച്ചപ്പോൾ കഴിച്ചു. കഴിച്ചപ്പോൾ ഇത് പൊട്ടാസ്യം പെർമാംഗനേറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കിണർ ഇറച്ചിട്ടുണ്ടായിരുന്നു. കിണർ ഫുള്ള് ഇറച്ചി സെറ്റ് ചെയ്ത് കേട്ടോ, വലയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അത് പിടിച്ച് കെട്ടണം. അപ്പോൾ ഇത്രയും മണ്ണ് അതിൻ്റെ അകത്തുണ്ടായിരുന്നു, ഇത്രയും മണ്ണുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കിണർ ഇറച്ചിട്ട് ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇടുന്നത് നല്ലതെന്ന് പറയണം കേട്ടോ. അതുകൊണ്ട് അത് കലക്കി ഇടാൻ പോയിന്. ശകലം എടുക്കാവൂ, അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. കഴിച്ച് ഇതാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് കേട്ടോ. കണ്ടാൽ ചെറിയ കല്ല് തരിയൽ പോലെ, ചെറിയ തരി പോലെ ഇരിപ്പുണ്ട്. ഇതാണ് സാധനം. ഇത് ഇത്ര ഇടാവൂ, കൂടുതൽ ഇടാൽ. അതിൻ്റെ കളർ നോക്കിയാൽ കളർ ചേഞ്ച് ആവണം കേട്ടോ, കാണാൻ പറ്റില്ലല്ലേ, നീല കളറായി ഇപ്പം. അപ്പോൾ നമ്മൾ കിണറ്റിനകത്തോട്ട് ഇറക്കാൻ പോവുകയാണ്. ഗൈസ്, അപ്പം വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്, സാധനം ഇറക്കി മുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കളറ് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കളറ്, റോസ് കളറാണ്. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ച് തറ ഒഴിച്ച് ഇതുണ്ടോ. അപ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇടുന്നതിന് പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളെ വെള്ളത്തിൽ എന്തെങ്കിലും ബാക്ടീരിയകളോ അണുക്കളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മൊത്തം ചാവുമെന്നാണ് എൻ്റെ ഒരു അറിവ്. അതുകൊണ്ടാണ് അത് ഇട്ടത് കേട്ടോ. കുറച്ച് ഇടാവൂ, ശകലം, ഒരു ചെറിയ തരി മാത്രമേ ഇടാവൂ. ഒരു പൊടിക്ക് കൂടുതലിട്ടാൽ വെള്ളം മൊത്തം കളറാവും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റും. അപ്പോൾ സാധനം ഇട്ടിട്ടുണ്ട്. ഇനി 2-3 ദിവസം കഴിഞ്ഞാൽ അത് തെളിഞ്ഞ് ക്ലിയർ ആവും വെള്ളം. അത് കഴിഞ്ഞ് കുറച്ച് ബ്ലീച്ചിങ് പൗഡറും കൂടി ഇട്ടാൽ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ മഴ സീസണാണ്. മഴ സീസൺ ആയതുകൊണ്ട് എത്രയും നേരത്തെ കിണർ എല്ലാം സാധനങ്ങൾ ഇറക്കണതാണ് നല്ലത്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ഇത്രയും പെട്ടെന്ന് സംഭവം ഇറച്ചത്. അപ്പം ഞാനും നമ്മളൊരു കൂട്ടുകാരൻ ചേട്ടനും കൂടെയാണ് ചെയ്തത് കേട്ടോ. ഫുള്ള് ഇറച്ചത്. നല്ലപോലെ മണ്ണുണ്ടായിരുന്നു, ഫുള്ള് വെട്ടി അകത്ത് വരിയിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുതിയ വലയും പുതിയ കയറും കപ്പിയെല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പഴയ കപ്പി ഇവിടെ ഉണ്ട് കേട്ടോ. പഴയ കപ്പി കണ്ട പോയി കിടന്ന് ആറുന്നുണ്ട്, അതിൻ്റെ അകത്തുള്ള ബോളൊക്കെ പോയി. അപ്പോൾ നമ്മൾ പൈപ്പ് ഫിറ്റ് ചെയ്തതില്ലേ, പൈപ്പ് മീതെ വന്നു കേട്ടോ. ഇവിടെ വെച്ചാണ് കുളിക്കുന്നത്. അപ്പോൾ വെള്ളം വീണ് കംപ്ലീറ്റ് മീതെ വന്ന്. ഇവിടെ നമുക്ക് കുറച്ച് കോൺക്രീറ്റ് ചെയ്യാണ്ട്, സിമൻറ്റ് വാങ്ങിക്കണം. സിമൻറ്റ് വാങ്ങിച്ചാൽ ചെയ്യാൻ പറ്റുള്ളൂ. ഗൈസ്, അപ്പോൾ നമ്മൾ വാഴട്ടക്കിനടുത്തെത്തി, അമ്മൂലെ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കാറ്റ് 2 ദിവസം കൊണ്ട് നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ വാഴയിലെ ഇല അത്രയും ഒടിഞ്ഞു പോകണം കേട്ടോ. എന്തിട്ടാണെന്ന് അറിഞ്ഞൂടാ, കട്ടിയില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു കേട്ടോ. സംഭവം കേട്ടോ, കംപ്ലീറ്റ് ഇലയും, അതായത് ചെറിയ നാമ്പുണ്ടല്ലോ, പുതിയതായിട്ട് പൊങ്ങി വന്ന നാമ്പ് ഇല, അതാണ് മെയിനായിട്ട് ഓടിക്കുന്നത്. കണ്ട ഇവിടെ തന്നെ 3 ഓടിച്ചിട്ടുണ്ട്. അവിടെ വെച്ച് ഓടിക്കണം കേട്ടോ. നാമ്പ് കട്ടിയില്ലാത്തതുകൊണ്ടായിരിക്കും കേട്ടോ, അങ്ങനെ ഓടിയാണ് സംഭവം. അവിടെ ഒന്നും ഓടിച്ചിട്ടുണ്ട്. അവിടെ പിന്നെ മരിച്ചിനെയെല്ലാം കാറ്റത്ത് എല്ലാം പിന്നെ പുഴുതു വന്നിട്ടുണ്ട്. പുഴുതല്ല, ചാഞ്ഞിട്ടുണ്ട് കേട്ടോ.
നേരെയാണ് നിന്നാൽ എല്ലാം ഇപ്പോൾ ചാഞ്ഞ്. അത് തുറന്നില്ല, അങ്ങനെ തന്നെ നിൽക്കിട്ട്. ഇത് 6 മാസം കമ്പാണ് കേട്ടോ, 6 മാസം പുഴുവുള്ള കമ്പാണ്. 6 മാസമാണെന്ന് പറഞ്ഞാൽ 8 മാസമൊക്കെ അതിലെ പുഴുവുള്ളൂ. ചിലപ്പോൾ അതിന് മുമ്പേ പുഴുവായിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് നടന്നത് കേട്ടോ അത്, എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. ഈ വാഴ കാറ്റത്ത് ഒടിഞ്ഞതാണ്, ഇവിടെ വെച്ച് ഒടിഞ്ഞ്. ഞാൻ പിന്നെ അറുത്ത് വിട്ടതാണ്. അറുത്ത് വിട്ടുകൊണ്ട് ഇപ്പോൾ അടുത്ത് നാമ്പ് പെട്ടെന്ന് വരും. 2 ദിവസം ഭയങ്കര കാറ്റായിരുന്നു, കാറ്റും മഴയും. നമ്മളെ കുരുമുളക് ഒരെണ്ണം ഇന്നലെ ചെറുതായിട്ടൊന്ന് ഒടിഞ്ഞു കേട്ടോ. ഒടിഞ്ഞു പോയില്ല, ചെറുതായിട്ടൊന്ന് അമങ്ങിയുള്ളൂ. സംഭവം വിറ വീണതാണ്, ഇതല്ല വേറെ. ഇത് പൊടിച്ച് കയറാനുള്ളതാണ്. വിറവ് അതിൻ്റെ മണ്ടയിൽ കൂടെ വീണേ, റബ്ബറിൻ്റെ കൊണ്ട അടിച്ച് വീണ് അങ്ങനെ പ്രശ്നമായതാണ്. കുറേ കൊത്തൻ ചക്ക, വിളയാത്ത ചക്കയിലും വീണിട്ടുണ്ടായിരുന്നു കാറ്റിൽ. കുറേ ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. എല്ലായിടത്തും പശു ഉള്ളതുകൊണ്ട് പശുവിന് വെട്ടിയിട്ട് കൊടുത്തു. അപ്പോൾ ഈ ഐറ്റം എന്ന് പറയുന്നത് കുറ്റിയാടിയാണ് കേട്ടോ. കുറ്റിയാടി ഐറ്റമാണ്, കുറ്റിയാടിയിലെ തെങ്ങാണ്. ഇപ്പോൾ വളമെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 3 എണ്ണം ഉണ്ട് കേട്ടോ, ഇവിടെയുണ്ട്. ഇനി ഈ റബ്ബറിനെല്ലാം മുറിച്ചാലേ ഇത് കയറി വരുള്ളൂ. അത് നേരെ ചൊട്ടി വയ്ക്കും. തെങ്ങിന് നല്ല വെയിൽ വേണം കേട്ടോ. കാറ്റത്ത് ഈ മരിച്ചിനി പുഴുത് വീണു കേട്ടോ, മൂട് ഉൾപ്പെടെ ഇളവിങ്ങ് വന്ന്. പിന്നെ ഞാൻ രണ്ടാമത് എടുത്ത് വെച്ചതാണ്. ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവച്ചാണ് കേട്ടോ. അന്ന് നമ്മൾ ഇളക്കി ഇട്ടിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവച്ച വാഴയാണ്. അവിടെ 1-2 എണ്ണം ഇല്ലാതായിപ്പോയി, അങ്ങനെ അത് സെറ്റ് ചെയ്തിട്ട്. ഇത് ഗംഗാബോണ്ടമാണ് കേട്ടോ, ഗംഗാബോണ്ടം. 3 വർഷമാകുമ്പോൾ കായ്ക്കുമെന്ന് പറയണം, നമുക്ക് നോക്കാം എന്തായാലും. ഗൈസ്, അപ്പം നമ്മളൊരു ചേട്ടൻ്റെ ഹോം സ്റ്റേ ആണ് കേട്ടോ. അപ്പോൾ എന്നെയാണ് നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുക്കണം. പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, എന്നെ ഏൽപ്പിച്ചിരിക്കണോണ്ട് ഞാൻ വീഡിയോ എടുക്കണം. അപ്പോൾ ഇതാണ് ഹോം സ്റ്റേ. ഹോം സ്റ്റേയിലെ പേര് എന്ന് പറയുന്നത് ഹെവൻ റൂട്ട്സ് ആണ് കേട്ടോ, ഹെവൻ റൂട്ട്സ്. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സും അല്ലാത്ത ആൾക്കാരായാലും ശരി തന്നെ, നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരായാലും നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആയാലും ആരായാലും, നിങ്ങൾക്ക് പൊന്മുടി, അഗസ്ത്യമല ഇതൊക്കെ ട്രെക്കിങ്ങിന് പോകണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്റ്റേ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്നെ കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ആ ഹെവൻ റൂട്ട്സിൻ്റെ നമ്പർ വെച്ചിട്ടുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമുക്ക് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് മാന്യമായിട്ടുള്ള ഡിസ്കൗണ്ടിൽ നമുക്ക് ഹോം സ്റ്റേ നമുക്ക് റെൻറ്റിന് തരാൻ പറ്റും. എത്ര ദിവസം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സേഫായിട്ട് നിൽക്കാം കേട്ടോ. ഫുള്ള് 4 ചുറ്റിനും CCTV ഉണ്ട്. പിന്നെ പാർക്കിംഗ് ഉണ്ട്, CCTV താണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഉണ്ട്, പിന്നെ ആ സൈഡും ഉണ്ട് കേട്ടോ. പാർക്കിംഗ് എന്ന് പറയണത് എങ്ങനെ ഒരു 2-3 കാറൊക്കെ ഇടാൻ കണക്കിനുള്ള സ്ഥലമുണ്ട്. ബൈക്കാണെങ്കിൽ തോനെ വയ്ക്കാം കേട്ടോ. ഇത് നമ്മളെ ക്യാമ്പിങ്ങിൻ്റെ സെറ്റപ്പാണ്. ഔട്ട്ഡോർ ആയിട്ട് ടേബിളൊക്കെ ഇട്ട് നല്ല വൈബിൽ ഇടാൻ കണക്കിനുള്ള സംഭവമാണ് കേട്ടോ. ഇവിടെ ബൾബ് ഊരി വെച്ചിരിക്കുകയാണ്, മഴ ആയതുകൊണ്ട് ഊരി വെച്ചിരിക്കുകയാണ്. ഗസ്റ്റ് വരുന്ന സമയത്ത് എടുത്തിടും. ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ. നിങ്ങളെ വീട് എങ്ങനെയാണോ അതേപോലെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. പിന്നെ ഇത് ബാർബക്യൂവിൻ്റെ സെറ്റപ്പാണ് കേട്ടോ, ബാർബക്യൂ സെറ്റപ്പാണ്. മഴയത്താണെന്നുണ്ടെങ്കിൽ അകത്തും ഉണ്ട് കേട്ടോ, ഇതിൻ്റെ അകത്തും ഉണ്ട് ബാർബക്യൂ. ഇവിടെ ഉണ്ട് കേട്ടോ, ഫുൾ സെറ്റപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർ മെസ്സേജ് അയച്ചാൽ മതി, അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. വെള്ളം സെറ്റപ്പ് എല്ലാം ഉണ്ട്. 2 ടാങ്കുണ്ട് കേട്ടോ, മേളിലുണ്ട് ടാങ്കും ഉണ്ട്. ഈ ടാങ്ക് ഞാനും ഇതിൻ്റെ ഓണർ ചേട്ടനും കൂടെ നമ്മൾ സെറ്റ് ചെയ്തതാണ്. പുള്ളി തന്നെ ചെയ്ത്, ഞാൻ ഹെൽപ്പ് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇവിടെ CCTV ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് നല്ല സേഫായിട്ട് ശാന്തമായിട്ട് നിങ്ങൾക്ക് റെസ്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് സ്വന്തമായിട്ട് കുക്ക് ചെയ്തതിന് എല്ലാ ഫെസിലിറ്റീസും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ താക്കോല് ഞാൻ നമ്മൾ എടുക്കാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അകത്ത് ഞാൻ പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം. താക്കോല് കൊണ്ടുവരണേ ഉള്ളൂ. ഇന്നൊരു ഗസ്റ്റ് ഉണ്ട്, അപ്പോൾ ഓണറിൻ്റെ കൂട്ടുകാർ തന്നെ ഗസ്റ്റ്. അപ്പോൾ അവർ താക്കോല് കൊണ്ടുവന്ന് തുറക്കും കേട്ടോ. താക്കോല് വരണ സമയത്ത് ഞാൻ ഉള്ളിൽ കാണിച്ചു തരാം. നിങ്ങൾക്ക് നല്ല പീസ്ഫുള്ളായിട്ട് സമാധാനത്തോടെ നിങ്ങൾക്ക് സുഖമായിട്ട് ഇവിടെ താമസിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്.
പിന്നെ പൊന്മുടി അങ്ങനെ അഗസ്ത്യമല ട്രെക്കിങ്ങിന് പോകുന്ന ആൾക്കാർക്ക് ഇവിടെ ഒന്ന് താമസിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോവാം. നല്ല അഫോർഡായിട്ടുള്ള നല്ല ഡിസ്കൗണ്ടിൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനും അല്ലാത്ത ആൾക്കാരായാലും ഡിസ്കൗണ്ടിൽ നമ്മൾ ഇത് കൊടുക്കും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. വണ്ടി ഇടാനാണെങ്കിലും സ്പേസ് ഉണ്ട്. കാറാണെന്നുണ്ടെങ്കിൽ തോനെ കാർ ഇടാൻ വേണം. ഇതാണ്ട് ഇവിടെ വേണമെങ്കിൽ ഇടാം. ഇവിടെയൊക്കെ ഒരു 2-3 കാറ് സുഖമായിട്ട് കിടക്കും. ഒരു 4 കാറ് എങ്ങനെയായാലും സുഖമായിട്ട് ഇവിടെ ഇടാം കേട്ടോ. ബാക്കിലോട്ട് ഇറക്കി ഇട്ടാൽ മതി. പൊന്മുടി പോകുന്ന ആൾക്കാർക്ക് നിയറസ്റ്റ് പൊന്മുടിയാണ്. ഇവിടുന്ന് ഏകദേശം 25 കിലോമീറ്ററേ ഉള്ളൂ. 25 കിലോമീറ്റർ പൊന്മുടി. പിന്നെ ബോണക്കാട് ഇവിടെ അടുത്താണ്. നേരെ ഇവിടെ ഗാർഡൻ വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. സമാധാനമുണ്ട്. വേറെ അയലോക്കത്തൊന്നും വേറെ ഒരു ശല്യവുമില്ല, വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾക്ക് സേഫായിട്ട് ഇവിടെ നിൽക്കാം. CCTV ഫുള്ള് ലൈവാണ്. ഇത് വേപ്പ് മരമാണ് കേട്ടോ. ഇതിന് വളർന്നു വരുമ്പോൾ തണൽ വരും. വേപ്പ് മരമാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നോ ഇങ്ങോട്ട് താമസിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ മെസ്സേജ് അയച്ചാൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കണം. അല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബിലായാലും കുഴപ്പമില്ല. നമ്മളെ സബ്സ്ക്രൈബേഴ്സിനും നല്ലൊരു ഡിസ്കൗണ്ടിൽ തരാം കേട്ടോ. പ്രൊമോഷനൊന്നും അല്ല, ഞാൻ എന്നെ നോക്കാൻ ഏൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നൊരു ഗസ്റ്റ് വരും. അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവർ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കിയിട്ട് എനിക്ക് പോകണം. ഇതാണ് ബോർഡ് കേട്ടോ. പേര് ഹെവൻ റൂട്ട്സ് ആണ് കേട്ടോ. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ എന്നെ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ അവരെ വിളിച്ച് ഡീൽ ചെയ്തോളാം. ഈ വീട്ടിൻ്റെ മേളിലോട്ട് പോയാൽ നല്ല വ്യൂ ആണ് കേട്ടോ. നല്ല പൊന്മുടിയിലെ നല്ല വ്യൂ ഉണ്ട്. രാത്രിക്ക് നല്ല വൈബാണ് അവിടെ ഇരിക്കാൻ. ഗസ്റ്റിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു, 10 മണിയാകുമ്പോൾ വരാമെന്ന് പറഞ്ഞു. ഗസ്റ്റിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ടും ഫുഡ് പ്രിപ്പയർ ചെയ്ത് കഴിക്കാം. പിന്നെ പുറത്തുനിന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എത്തിച്ചേരും കേട്ടോ. അതിന് അഡീഷണൽ പൈസ നിങ്ങൾ കൊടുത്താൽ മതി. വണ്ടിയിലെ പൈസ കൊടുത്താൽ മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കുക്ക് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. കിച്ചൺ ഉണ്ട്, ഗ്യാസ് ഉണ്ട്, ഫ്രിഡ്ജുണ്ട്, എല്ലാ സംവിധാനവും ഇവിടെ ഉണ്ട്. ബാർബയ്ക്ക് ചെയ്യാൻ സ്പേസ് ഉണ്ട് കേട്ടോ. എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട്. പിന്നെ ഫുഡും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ സൈറ്റിൽ എത്തിച്ചേരും. എന്ത് വേണമെന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ച് ഡിന്നർ ഇത് ഏത് സാധനം ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് നമ്മൾ പറഞ്ഞാൽ ഇവിടെ എത്തിച്ചേരും കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ മലയിലെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. പുറത്തൊരു കസേര ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റും. നല്ല സുഖമാണ്. പുറകിൽ പൊന്മുടി മലയിലെ വ്യൂ ആണ്. ഇവിടെ നിന്ന് ക്യാമറയിൽ എത്ര കിട്ടുമെന്ന് അറിഞ്ഞൂടാ കേട്ടോ. ഉണ്ട്, അത് മലയാണ് കേട്ടോ. പൊന്മുടി മലയാണ് ഉണ്ട് അവിടെ. ജസ്റ്റ് വന്നിട്ട് വേണം ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം എനിക്ക് വീട്ടിലോട്ട് പോകാൻ. വീട്ടിൽ കുറച്ച് പണിയുണ്ട്. നാളെ നമുക്ക് മിക്കവാറും വർക്കിന് ഇറങ്ങും കേട്ടോ. ഇത് കുറേ ദിവസം പണിയുണ്ടായിരുന്നു, അതാണ് വർക്കിന് ഇറങ്ങാത്തത്. കിണറ്റിൽ നിന്നൊക്കെ മണ്ണൊക്കെ വലിച്ചു കയറി പിറ്റുന്ന എണീക്കാൻ വയ്യ. പിറമൊക്കെ ഭയങ്കര വേദനയായിരുന്നു കേട്ടോ. പിന്നെ നല്ല കനമുണ്ടായിരുന്നു, ചെളിയും കല്ലും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഓണർ നമ്മളൊരു കൂട്ടുകാരൻ ചേട്ടനാണ്. ആ ചേട്ടനും ഞാനും കൂടെയാണ് കിണർ ഇറച്ചത്. പുള്ളിക്ക് കിണറിൻ്റെ പരിപാടിയാണ് കേട്ടോ. കിണർ വെട്ടക്കം, ഓറ ഇടക്കം, ഇറക്കിയേക്കം, കിണറിൻ്റെ മൊത്തം പരിപാടി അതാണ് പുള്ളിയിലെ പരിപാടി. ഇപ്പോൾ പുള്ളിയിലെ വീടാണ്, പുള്ളിയിലെ ഹോം സ്റ്റേ ആണ് ഇത് കേട്ടോ. പുള്ളി ഹോം സ്റ്റേക്ക് കൊടുത്തേക്കാണ്. അപ്പോൾ ബുക്ക് ചെയ്യാനെന്ന് പറയണത് നിങ്ങൾക്ക് പെട്ടെന്ന് ബുക്ക് ചെയ്യാനെന്നുണ്ടെങ്കിൽ booking.comൽ ഹെവൻ റൂട്ട്സ് എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് പിന്നെ ബുക്കിങ്ങിൻ്റെ ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ അഗോഡയിലുണ്ട്, അഗോഡയിൽ ഉണ്ട്, എക്സിക്കോയിലുണ്ട്, പിന്നെ മേക്ക് മൈ ട്രിപ്പ് സൈറ്റ് ഉണ്ടല്ലോ അതിലും ഉണ്ട് കേട്ടോ. പേരടിച്ച് കൊടുത്താൽ മതി കിട്ടും. അപ്പോൾ കറക്റ്റ് പ്രോപ്പർ പ്ലേസ് എന്ന് പറയുന്നത് പരപ്പാറയാണ് കേട്ടോ. പരപ്പാറ, മാങ്കാട് പരപ്പാറയാണ് കറക്റ്റ് ലൊക്കേഷൻ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഹെവൻ റൂട്ട്സിൽ ആ നമ്പറുണ്ട്, അതിൽ വിളിച്ചാൽ മതി.
ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നേരെ വീട്ടിലോട്ട് പോകാൻ വേണം കേട്ടോ, ചോറ് കഴിക്കാൻ വേണ്ടി പോകാൻ. അപ്പോൾ ഇത് ഇപ്പം വാങ്ങിച്ചതാണ് കേട്ടോ, നമ്മളെ ടാങ്കിൻ്റെ കയ്യിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി. ഇത് വെച്ചാൽ പെട്ടെന്ന് ഊരിയെടുക്കാൻ പറ്റും, അല്ലെ പൈപ്പ് മുറിക്കേണ്ടി വരും. അപ്പോൾ ഇത് യൂണിയനാണ് കേട്ടോ, PVC യൂണിയനാണ്, 3/4 ഇഞ്ചിൻ്റെ 1 ഇഞ്ചിൻ്റെ. അപ്പോൾ പശുവിന് കുറച്ച് തീറ്റയൊക്കെ ഇട്ട് കൊടുത്ത്, വെള്ളവും കൊടുത്ത്, കുറച്ച് വൈക്കോലും കൂടെ ഇട്ട് കൊടുത്ത് കേട്ടോ. അപ്പം രണ്ടുപേരും കൂടെ തിന്നുകൊണ്ട് നല്ല ഉറക്കമാണ്, കിടക്കുകയാണ് കേട്ടോ, റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരെ വീട്ടിൽ പോയിട്ട്, അപ്പോൾ ഗസ്റ്റ് വന്ന് അവർ റൂമിൽ എല്ലാം താക്കോലെല്ലാം തുറന്ന് എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ വീട്ടിലോട്ട് പോയി എല്ലാം കഴിക്കാൻ പോകണം കേട്ടോ. കഴിച്ചിട്ട് ഇനി അവിടെ വീട്ടിൽ കുറച്ച് പരിപാടിയുണ്ട്. ചിലപ്പോൾ ഇന്ന് തന്നെ ഞാൻ ഈ യൂണിയൻ ഫിറ്റ് ചെയ്യും. അപ്പോൾ ചോറ് കഴിക്കണ വീഡിയോ എടുക്കാൻ സമയമില്ല കേട്ടോ. ഇപ്പം തന്നെ എഡിറ്റ് ചെയ്തിട്ട് ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്താലേ, ഇവിടെ വെച്ച് അപ്ലോഡ് ചെയ്യണം, അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് എങ്ങനെയെങ്കിലും അപ്ലോഡ് ചെയ്യണം. വൈകുന്നേരം 5:30 എത്തിക്കണം. റേഞ്ച് കുറവാണ്, മഴയിലെ കോളുകളുണ്ട്, റേഞ്ച് കുറവാണ്, സ്പീഡില്ല, അതാണ് കുഴപ്പം. 5G അല്ല 4G ആണ് കേട്ടോ. ചോറെന്ന് പറയണത് രാവിലെ കണ്ട മീൻ കറിയും ചോറുമാണ്. വേറെ ചിലപ്പോൾ ചക്കയും കാണും കേട്ടോ, ചക്ക എരിശോരിയും കാണും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ബൈ.